ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് മധുരപ്പച്ചടിയാണ് ഉണ്ടാക്കണത്. പൈനാപ്പിൾ പച്ചടി. പിന്നെ ഏതൊരു സദ്യയിലും ഈ മധുരപ്പച്ചടി ഇല്ലാത്തൊരു സദ്യ ഉണ്ടാവില്ല. പിന്നെ അതുമാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവുന്നതാണ് ഈ മധുരപ്പച്ചടി. അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കണത് ഓണായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഓണത്തിന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. അപ്പോൾ ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ എടുക്കണതെന്ന് ഞാൻ പറഞ്ഞു തരാം. മധുരപ്പച്ചടി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നമ്മൾ പൈനാപ്പിൾ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഒരു നേന്ത്രപ്പഴം, ചെറിയൊരു നേന്ത്രപ്പഴമാണ്, ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി വേണം നമുക്ക്. അതൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നാളികേരം ചിരകിയത്, ഒരു മുറി നാളികേരം ചിരകിയത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ കടുക് നമുക്ക് എങ്ങനെയായാലും പച്ചടിക്ക് കടുക് ഇല്ലാതെ പച്ചടി ഉണ്ടാവില്ലല്ലോ. അപ്പം കടുക് നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ കുറച്ച് ജീരകം, പിന്നെ നമുക്ക് വറവിടാനായിട്ട് വറ്റൽമുളക് വേണം. പിന്നെ ശർക്കര എന്തായാലും വേണം, ശർക്കര കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, തൈര് ഞാനൊരു ബൗള് തൈര് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുളിക്കനുസരിച്ചിട്ട് കൂട്ടി കുറച്ച് എടുത്തോളോട്ടാ. പിന്നെ കറിവേപ്പിലയും വേണം, വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മധുരപ്പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. എന്നാൽ നമുക്കിനി ഉണ്ടാക്കാനൊക്കെ നോക്കാം. ഞാൻ ആ പൈനാപ്പിളൊക്കെ ഇതേപോലെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇങ്ങനത്തെ ആ മൂക്ക് ഉണ്ടാവില്ല, ആ മൂക്കൊക്കെ അങ്ങോട്ട് മുറിച്ച് കളഞ്ഞു വിട്ടാൻ. എന്നിട്ട് വേണം നമ്മളിത് നന്നായി തോല് ചെത്തിയതിന് ശേഷം ഞാനിതാ കണ്ടില്ലേ, ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിവിടെ വെച്ചിരിക്കണത് എന്തിനാണെന്നറിയോ, ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോഴാണ് ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റ് മുഴുവൻ നമുക്ക് ഈ പച്ചടിയിലേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്കിത് നന്നായി അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി, മണ്ണിൻ്റെ ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഞാനിവിടെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ പൈനാപ്പിൾ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും ഇങ്ങോട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളുടെ പൈനാപ്പിൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. അതിപ്പോൾ എന്താ വെച്ചാൽ ഒരു 10 മിനിറ്റ് കട്ടിയായി ഞാനിപ്പോൾ അങ്ങനെ ഒന്ന് ഇളക്കിയിട്ടിരിക്കണം. ഒരു 6 മിനിറ്റ് ഒക്കെ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വേവ് ഇപ്പം അതുകൊണ്ട് തന്നെ കഴിയൂലോ. പിന്നെ അതിൻ്റെ ബാക്കിയല്ലേ വേണ്ടത്. നേരെ കുറച്ച് നമ്മൾ കുക്കറിൽ ഇടുക വെച്ചാൽ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് കുക്കറിൽ വെക്കുകയേ വേണ്ടു. ഇതാവുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റും കൂടി വരും, നെയ്യിൻ്റെ ആ ഒരു മണവും ഒക്കെ കൂടിയിട്ടേ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് വേവട്ടെ. കണ്ടിലിപ്പോൾ തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരുവിധം വേവ് അങ്ങോട്ട് ആയിട്ടുണ്ട്. എന്നാലും ഇനിയും വേണം, എന്നാലും ഒരുവിധം അങ്ങോട്ട് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇവിടെ അടച്ചു വെക്കാം നമുക്ക്. പിന്നെ ഈ പൈനാപ്പിൾ ഇങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും ഈ പച്ചമുളക്, അതേപോലെ ഈ നാളികേരം അതേ അപ്പം ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ച് കൊണ്ടുവരാം. അതിൻ്റെ ശേഷം നമുക്ക് കടുക് അരയ്ക്കാം. എന്താ വെച്ചാൽ കടുക് വല്ലാതെ അരയണ്ട, ഒന്ന് പൊട്ട് വേണ്ടു. അപ്പോൾ കടുക് ഇത് അരവ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കടുക് ഇട്ടിട്ട് അരയ്ക്കാം. നാളികേരവും പച്ചമുളകും ജീരകവും കൂടി നമ്മളിവിടെ അരച്ചെടുത്തു. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള കടുക് ഉണ്ടല്ലോ, ഈ കടുക് അങ്ങോട്ട് ഇട്ട് അരച്ചു കൊടുക്കാം. കടുകും കൂടി കൂട്ടി അരച്ചെടുക്കട്ടെ. നമുക്കിനി നമ്മുടെ പൈനാപ്പിൾ എങ്ങനെയായി എന്നൊന്ന് നോക്കുക. പൈനാപ്പിൾ ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്.
ഒന്നുമല്ല, നമുക്ക് ഇങ്ങോട്ട് കൈ കൊണ്ട് അല്ല കൈ കൊണ്ടല്ലാക്കി ചട്ടുകം കൊണ്ടൊന്നും ഇങ്ങോട്ട് ഉടച്ചു കൊടുക്കുകയും ചെയ്യാട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് ഈ പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി ഇങ്ങോട്ടാവട്ടെ. ഒന്നുകൂടി അതിൻ്റെ ശേഷം നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നാണ്ട് അടച്ചു വയ്ക്കാം. നമ്മളുടെ പൈനാപ്പിൾ ഇപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുണ്ടല്ലോ ഈ നേന്ത്രപ്പഴം ചെറുതാക്കി നമ്മൾ നുറുക്കി വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കുണ്ടല്ലോ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടില്ലേ, എന്താ പൈനാപ്പിൾ കുറച്ചെടുത്തിട്ട് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ പൈനാപ്പിളും കൂടി ഉണ്ട് അരച്ചതും കൂടി അത് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വെന്ത് വരട്ടെ. പഴവും എല്ലാം കൂടി ഒരുമിച്ച് കിടന്നിട്ടൊന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് ഈ പഴവും പൈനാപ്പിളും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് എന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഈ ശർക്കര അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ശർക്കര നല്ല ശർക്കരയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉരുക്കിയിട്ട് ഒഴിക്കാത്തത്. അതല്ല കരടുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവാക്കിയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ഈ ശർക്കര ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. നമുക്കിനി ഇതൊന്ന് നോക്കുക. നന്നായി ശർക്കര കരിഞ്ഞ എല്ലാതും നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഈ നാളികേരം, പച്ചമുളക്, ജീരകം ഒക്കെ കൂടി നമ്മൾ അരച്ച് വെച്ചില്ല, കടുകും കൂടി ഇട്ടിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഒന്നും ഇങ്ങോട്ട് ഒരു തള അങ്ങോട്ട് വരട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ശർക്കരയൊക്കെ ഇടുന്നത് നമ്മുടെ ഈ ഇതിനനുസരിച്ചിട്ട് ഇട്ടാൽ മതിയിട്ട്. എന്ത് ഈ പൈനാപ്പിളിൻ്റെ മധുരവും ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ശർക്കര കൂട്ടിയും കുറയ്ക്കുകയും ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത്രയും തൈര് മതി. കാണുന്നില്ലേ, കണ്ടില്ലേ? ഈ കറിവേപ്പിൻ്റെ ഇല കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറമെ നമുക്ക് അതിലേക്ക് ലാസ്റ്റായിട്ട് ഓഫാക്കിയിട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മൾ മുന്തിരി പറഞ്ഞില്ലേ, ആ മുന്തിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെയാണ് ആയിരിക്കണത്. ഇപ്പോഴും കുറേശ്ശെ തള വരുന്നുണ്ട്, കണ്ടില്ലേ? ഇനി ഞാനിതിന് വറവിടുകയൊക്കെ ചെയ്യട്ടെ. ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ആ പാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. കടുക് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ വറ്റൽമുളകും കൂടി അവിടെ ഇട്ട് കൊടുക്കാം. ഒന്നുകൂടി പൊട്ടട്ടെ. വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തു.
ഇനി നമുക്കിത് ഇങ്ങോട്ട് വറവിടാം. അങ്ങനെ നമ്മുടെ മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഞാൻ ഏതൊരു സദ്യ കഴിക്കാൻ പോയാലും അവിടെ ആദ്യം നോക്കുക എന്താ വെച്ചാൽ മധുരപ്പച്ചടി വിളമ്പിയിട്ടില്ലേതാ നോക്കുക. അത്രയും ഇഷ്ടമാണ് എനിക്ക് ഈ മധുരപ്പച്ചടി. അപ്പം നിങ്ങളെല്ലാവരും ഓണത്തിന് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കോളാം. അപ്പം നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.